Today we are going to discuss about sterilization. Third semester B-Pharm, Pharmaceutical Microbiology, Unit 2 ഒരു important topic ആണ്. Study of principle, procedure, merits, demerits, application, physical and of physical, chemical and mechanical methods of sterilization എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കുറച്ച് ഡെഫിനിഷൻസുകൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. എന്താണ് സ്റ്റെറിലൈസേഷൻ, എന്താണ് ഡിസിൻഫെക്ഷൻ, എന്താണ് ആന്റിസെപ്റ്റിക്, എന്താണ് അസെപ്സിസ്, എങ്ങനെയാണ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സിനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അതിലെ ഓരോ മെത്തേഡ്സിന്റെയും പ്രിൻസിപ്പിൾ, പ്രൊസീജിയർ, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് ആൻഡ് അപ്ലിക്കേഷൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് പലപ്പോഴും 2-3 ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അത് ഒന്ന് ഓട്ടോറോവൻ ആണ്, ഒന്ന് ഓട്ടോക്ലേവ് ആണ്. അപ്പൊ അത് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾ, എന്താണ് അതിന്റെ കൺസ്ട്രക്ഷൻ, എന്താണ് അതിന്റെ വർക്കിംഗ്, എന്താണ് അതിന്റെ അപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ 2 മാർക്കിന് അതിന്റെ ഇടയ്ക്കുള്ള പല ക്വസ്റ്റ്യൻസുകളും ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സം ഡെഫിനിഷൻ. ഫസ്റ്റ് വൺ ഈസ് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ. രണ്ടും കൺഫ്യൂസിംഗ് ആയിട്ട് അല്ലെങ്കിൽ സിമിലർ ആയിട്ട് തോന്നുന്ന ഒരു ടേം ആണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നതും ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. Sterilization is the process by which an article, surface or media is made free of all the microorganisms, including vegetative and spore form. That is important. Vegetative and spore form. Sterilization ചെയ്യുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആണ് നടക്കുന്നത്. ഡിസ്ട്രക്ഷൻ ഇൻ ദ സെൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം, not with the product to be sterilized. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. It's a process by which an article, surface or medium is made free of all the microorganisms, including vegetative and spore forming microorganisms. അപ്പോൾ നമ്മൾ ബാക്ടീരിയ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അൺഫേവറബിൾ ആയിട്ടുള്ള ഹാഷ് കണ്ടീഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസുകൾ അതിനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ഫോം ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് എൻഡോസ്പോർ. ആ എൻഡോസ്പോറിനെയും കൂടി ഡിസ്ട്രോയ് ചെയ്യുന്ന മെത്തേഡിനെയാണ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നോട്ട് നെസസറിലി ദ സ്പോർ. ഡെഫിനിഷൻ ഒക്കെ കറക്റ്റ് ആണ്, സെയിം ആണ്, ബട്ട് നോട്ട് നെസസറിലി ദ സ്പോർ. സ്പോർ ഡിസിൻഫെക്ട് അല്ലെങ്കിൽ സ്പോറിനെ കില്ല് ചെയ്യോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റാത്ത പ്രോസസ്സുകളെയാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. Destruction of all the pathogens or organisms capable of producing infection, not necessarily the spore. Organism as such ആയിട്ട് വെജിറ്റേറ്റീവ് ഫോമിന് എന്തായാലും കില്ല് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്, not necessarily the spore. All organisms may be killed, but the number may not be killed, but number is reduced to a level that is no longer harm to the health. നമ്മളെപ്പോഴും ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുന്ന ഏജൻസികൾ, ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻസിനെയാണ് ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഏജൻസികൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസത്തിനെ കംപ്ലീറ്റ് കില്ല് ചെയ്യുന്നുള്ള ഒരു അഷുറൻസിലല്ല. ഇപ്പോഴും നമ്മൾ പരസ്യത്തിലൊക്കെ കാണാം 99.9% കില്ല് ചെയ്യുന്ന പറയുന്നത്. ഒരു 1.1% അപ്പോൾ അവിടെ ബാക്കിയാണ്. അത് ഈ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഡിസിൻഫെക്റ്റന്റ് അത്രത്തോളം സക്സസ്ഫുൾ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഏത് ഡിസിൻഫെക്റ്റന്റിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുമ്പോഴും may not be killed but number is reduced. അത് ഉറപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് ടേം ഇസ് ആന്റിസെപ്റ്റിക്സ്. അപ്പോൾ ഈ ഡിസിൻഫെക്റ്റന്റ് തന്നെ നമ്മൾ 2 രീതിയിൽ അതിന്റെ അപ്ലിക്കേഷൻ അനുസരിച്ച്. അപ്പോൾ ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ആണ്, അതിന് യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏജൻസിനെയാണ് ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഡിസിൻഫെക്റ്റന്റും ആന്റിസെപ്റ്റിക്കും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. ആന്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ലൈവ് ടിഷ്യൂസിന്റെ മുകളിലുള്ള ഡിസിൻഫെക്ഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ആന്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെ അസെപ്സിസ് അല്ലെങ്കിൽ ആന്റിസെപ്സിസ് എന്ന് പറയും. ലിവിങ് ടിഷ്യൂ, നമ്മളെ ഹാൻഡ് സാനിറ്റൈസർ എന്നൊക്കെ പറയുന്ന ഒരു ആന്റിസെപ്റ്റിക് ആണ്. നേരെ മറിച്ച് നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ലൈസോൾ പോലെയുള്ള സാധനങ്ങളൊക്കെ ഡിസിൻഫെക്റ്റന്റ് ആണ്. ഇതാണ് അതിന്റെ വ്യത്യാസം. ഒന്ന് ലിവിങ് ടിഷ്യൂസിന്റെ മുകളിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനോ നമ്പർ റെഡ്യൂസ് ചെയ്യാനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുന്നത്. ആന്റിസെപ്റ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് അത് ലിവിങ് ടിഷ്യൂസിന്റെ മുകളിലുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് ആന്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. കെമിക്കൽസ് which can safely used to the living tissue and are used to prevent the infection by inhibiting the growth of microorganisms. Now, asepsis, another term. This is a technique by which
occurrence of infection into an uninfected tissue is prevented. സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ഹോസ്പിറ്റൽസിലൊക്കെ ക്ലീനിങ് പ്രോസസ്സ് ഇങ്ങനെ കാണാം. ഈ ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് കാണാൻ ലുക്കിന് വേണ്ടിയിട്ട് ചെയ്യാന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ്, കുറെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളിൽ നിന്ന് വേറൊരാളിലോട്ട് ഇൻഫെക്ഷൻ വരുന്നത് തടയാനുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് അസെപ്സിസ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ ലാബിലും ചെയ്യുന്നുണ്ട്. നമ്മൾ ലാബിന്റെ അകത്ത് നമ്മൾ യു വി ലൈറ്റ് യൂസ് ചെയ്ത് ലാമിനാർ എയർ ഫ്ലോ യൂണിറ്റ് ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സ്റ്റെറിലൈസ് ചെയ്യുന്നതൊക്കെ അസെപ്സിസിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, നൗ അനദർ ടേം, while discussing with the disinfectant and antiseptics, there are two kind of terms. For example, sites and statics. If the ability of an disinfectant or antiseptic is to kill the microorganism, that kind of substance is known as sites. For example, viricides, virusine destroy ചെയ്യുന്ന ഏജൻസികൾ, അല്ലെങ്കിൽ fungicide, it will destroy the fungi. Bactericide, they will destroy the bacteria. So the suffix side mean kill. കിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഏജൻസിനെയാണ് നമ്മൾ എപ്പോഴും വൈറസൈഡ്സ്, ബാക്ടീരിയോസൈഡ്സ് എന്ന് പറയാം. ഇനി നമ്മൾ ചിലപ്പോൾ ഒരു ഡിസിൻഫെക്ടന്റിന്റെ യൂസ് പറയുന്ന സമയത്ത് പറയും ഇറ്റ്സ് ആൻ ബാക്ടീരിയോസൈഡ്, ഇറ്റ്സ് ആൻ ബാക്ടീരിയോസ്റ്റാറ്റിക് എന്നൊക്കെ പറയും. അപ്പൊ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സൈഡ്സ് എന്ന് കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കുക, ഏത് ഓർഗാനിസത്തിന്റെ കൂടെയാണോ സൈഡ്സ് വരുന്നത് ആ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഏജൻസ്, അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ്, ഏജന്റിനെയാണ് അങ്ങനെയുള്ള സൈഡ്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് സ്റ്റാൻഡ് സ്റ്റിൽ, ഫർദർ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോഴുള്ള ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് കില്ല് ചെയ്യുന്നില്ല. ഫർദർ ഗ്രോത്തിനെ, ഇറ്റ് വിൽ പ്രിവെന്റ് ദ ഗ്രോത്ത് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ബട്ട് ആർ നോട്ട് കിൽ ഓൾ ദ. സോ ബാക്ടീരിയോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് ദേ ആർ ദ ഏജന്റ് which will prevent the growth of bacteria. Fungistatics, they are the agents which will prevent the growth of fungus. Okay, so these are some terms or definitions while using in sterilization process. Now, in general, what will be the application of sterilization process? ഒരു ജനറൽ ആപ്ലിക്കേഷൻ ആണ്. ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ പറയും. സോ സിംപ്ലി നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത്, ഹോസ്പിറ്റലിന്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ we have to sterilize the different material instruments used in surgical and diagnostic procedure. എപ്പോഴും കാണാം നമ്മൾ ഒരു ഹീറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ലൈസോൾ പോലെയുള്ള സൊല്യൂഷനിലാണ് ഒരിക്കൽ യൂസ് ചെയ്തിട്ടുള്ള സർജിക്കൽ സിസേഴ്സുകളും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. Now in lab, sterilization of media, reagent used in microbiology laboratory, and food and drug manufacturing to ensure the safety from the contaminating microorganism. നമ്മൾ പാരന്റൽ പ്രൊഡക്ട്സുകളൊക്കെ ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതൊരു അസെപ്റ്റിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അസെപ്റ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്രം കണ്ടാമിനേറ്റിംഗ് മൈക്രോ ഓർഗാനിസം എന്നുള്ള ഒരു സ്റ്റേറ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ പ്രൊഡക്റ്റുകളൊക്കെ ഒരു ഫൈനൽ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് പാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമൊക്കെ ഒരു സ്റ്റെറിലൈസേഷൻ അവിടെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇനി അടുത്ത സെമസ്റ്ററിലൊക്കെ പാരന്റൽ പ്രൊഡക്ട്സ് ഫോർമുലേറ്റീവ് ഫാർമസിയിൽ പഠിക്കുന്ന സമയത്ത് അവിടേക്ക് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് വരും. ഏത് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് ഇന്ന പ്രൊഡക്റ്റിന് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ ജനറൽ ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റെറിലൈസേഷൻ. Now coming to the classification of sterilization method. Sterilization methods can be classified into physical, chemical or physiochemicals. So physical methods എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സുകൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഏജൻസുകൾ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അതിൽ സൺലൈറ്റ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഹീറ്റ് യൂസ് ചെയ്യാം, വൈബ്രേഷൻസുകൾ യൂസ് ചെയ്യാം, റേഡിയേഷൻസുകൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫിൽട്രേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യാം. കെമിക്കൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇനി അടുത്തൊരു യൂണിറ്റ് ആയിട്ട് പഠിക്കും, അത് സെപ്പറേറ്റ്. ദീസ് ആർ ദ ഡിസിൻഫെക്ടൻസ്. ഡിസിൻഫെക്ടൻസുകൾ യൂസ് ചെയ്തിട്ട് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിലുള്ള കെമിക്കൽസിലുള്ള ഗ്യാഷ്യസ് എന്ന് പറയുന്ന ഏജൻസികളെ നമ്മൾ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിൽ കമ്പൈൻ ചെയ്യിക്കുന്നതാണ്. ചില സമയത്ത് ഫിസിക്കോ കെമിക്കൽ പ്രോസസ് ആയിട്ട് നമ്മൾ ചെയ്യും. ഹീറ്റും ബാക്ടീരിയോസൈഡും കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്യും. അപ്പൊ അതിനാണ് ഫിസിയോ കെമിക്കൽ എന്ന് പറയുന്നത്, രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇതാണ് നമ്മളെ ക്ലാസിഫിക്കേഷൻ. ഫിസിക്കൽ മെത്തേഡ്സും ഗ്യാഷ്യസ് സ്റ്റെറിലൈസേഷനും ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫിസിക്കൽ മെത്തേഡ് ഇൻക്ലൂഡ് സൺലൈറ്റ്, ഹീറ്റ്, വൈബ്രേഷൻ, റേഡിയേഷൻ ആൻഡ് ഫിൽട്രേഷൻ. ഇനി സൺലൈറ്റിൽ പ്രത്യേകിച്ച് ഫർദർ ക്ലാസിഫിക്കേഷൻ ഒന്നുമല്ല. ഹീറ്റിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആൻഡ് മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്.
Dry heat in the sense we are directly contacting the surface to be sterilized with an heat. ചിലപ്പോൾ അതൊരു ഫ്ലെയിമിൽ കാണിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹീറ്റ് എയറിൽ കാണിക്കുന്നതായിരിക്കും. അത് അതിന്റെ ഇടയ്ക്ക് വേറൊരു ഒരു ബാരിയർ ഒന്നുമില്ല, നേരിട്ട് ഡ്രൈ ആയിട്ട് ഹീറ്റിനെ ഫ്ലെയിം ചെയ്യിക്കുക. സോ റെഡ് ഹീറ്റ്, ഫ്ലെയിമിംഗ്, ഇൻസിനറേഷൻ, ഹോട്ട് എയർ ഓവൻ ആൻഡ് ഇൻഫ്രാറെഡ് റേസ്. Then moist heat sterilization by using vaporized moistures, അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തിട്ടുള്ള വേപ്പർ, ആ ഒരു ഹീറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് തന്നെ പല രീതിയിൽ ചെയ്യാം. ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിനെ ഹീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് എബോവ് 100 ഡിഗ്രി സെൽഷ്യസ്. Then റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ട്, നോൺ അയണൈസിങ് റേഡിയേഷൻസ് അല്ലെങ്കിൽ അയണൈസിങ് റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. Then filtration sterilization by using different filters. Okay. ഇനി ഇതിൽ നിങ്ങളെ സിലബസിൽ ഒരു മെക്കാനിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ പറയുന്നുണ്ട്. ഇതേ ക്ലാസിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരു മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ്, ഫോർ എക്സാമ്പിൾ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് ഒരു മെക്കാനിസമാണ്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ ഫിൽട്രേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്റ്റെറിലൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞ് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. So let's start with the physical methods of sterilization. Physical method of sterilization ഫസ്റ്റ് വൺ ആണ് സൺലൈറ്റ് എന്ന് പറയുന്നത്. സൺലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലം തൊട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജെർമിസൈഡൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഓർഗാനിസം, they will kill all the germ. അതാണ് ജെർമിസൈഡ്സ് എന്ന് പറയുന്നത്. സാധാരണ നമ്മളെ വീട്ടിൽ സാധാരണ ചെയ്യുന്നതാണ് ക്ലോത്ത് ഉണക്കുന്നത്, അതല്ലെങ്കിൽ വീട്ടിലെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പൊടിക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ രീതിയിൽ വെയിലത്ത് വെക്കാറുണ്ട്. ഇതൊക്കെ പ്രോസസ് അതിലുള്ള ജേംസിനെ കില്ല് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം കൂടിയാണ്. ഓഫ് കോഴ്സ് there is an intention to remove the moisture because moisture content will enhance the growth of microorganism. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ട് എന്നൊക്കെ കൂടി അതിലൊരു ജെർമിസൈഡൽ ആക്ഷൻ ഉണ്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് UV ലൈറ്റ് ഇൻ ദ സൺലൈറ്റ്. UV ലൈറ്റിന്റെ എഫക്ട് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ജെർമിസൈഡൽ എഫക്ട് കിട്ടുന്നത്. Now this is a natural method of sterilization process in our environment like water in tank, river, lakes. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പലപ്പോഴും ഫ്ലൂയിഡ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് കണ്ടാമിനേഷൻ നടക്കാറുണ്ട്. സെപ്റ്റിക് ടാങ്കിൽ നിന്നൊക്കെ കണ്ടാമിനേഷൻ ഉണ്ടാവും. ഇതൊക്കെ സ്റ്റെറിലൈസ് ആവുന്നത് ഈ ഒരു നാച്ചുറൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ വഴിയാണ്, കുറച്ചു കാലം സൺലൈറ്റ് കിട്ടുമ്പോഴേ. ഓക്കെ, then there is variation in this process because according to the season the quality of light will be changed. So tropical countries are better for sunlight sterilization. Seasonal ആയിട്ട് മാത്രം ലൈറ്റ് കിട്ടുന്ന രാജ്യങ്ങളെക്കാളും നോക്കുന്ന സമയത്ത് tropical countries better effective ആണ് എന്നുള്ളത് നമുക്ക് പറയാം. So that's all about sunlight. Next one is, second one is heat sterilization process. As indicate, this is the most reliable and commonly employed method by using heat. And this can be done by two methods, dry heat sterilization and moist heat sterilization. So dry heat sterilization നമ്മൾ ഇനി നോക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇനി അതിനു മുന്നേ നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ്, ഏത് മെക്കാനിസം, ഏത് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും എന്ത് മെക്കാനിസത്തിലാണ് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ ആന്റിബയോട്ടിക് യൂസ് ചെയ്യുന്ന സമയത്ത് സെൽ വാൾ ഇൻഹിബിഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ മെക്കാനിസം നമ്മൾ ഫാർമക്കോളജിയിൽ പഠിക്കും. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് മൈക്രോ ഓർഗാനിസത്തിന് ഏത് മെക്കാനിസത്തിലാണ് കില്ല് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷന്റെ കേസിൽ മൈക്രോ ഓർഗാനിസം കില്ല് ചെയ്യാൻ മൂന്ന് രീതിയിലുള്ള മെക്കാനിസംസുകളാണ് അവിടെ നടക്കുന്നത്. ഓക്സിഡേറ്റീവ് ഡാമേജ്, ഡീനാച്ചുറേഷൻ ഓഫ് ബാക്ടീരിയൽ പ്രോട്ടീൻ, ടോക്സിക് എഫക്ട് ഓഫ് എലവേറ്റഡ് ഇലക്ട്രോലൈറ്റ്സ്. ഈ മൂന്ന് രീതിയിലുള്ള മെക്കാനിസത്തിലാണ് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നത്. In moist heat sterilization, there will be a coagulation and denaturation of bacterial proteins. So, ഇത് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. മെക്കാനിസം ഓഫ് ആക്ഷൻ, പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് എനി വൺ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു ഓട്ടോക്ലേവോ ഓട്ടോറോവനോ ചോദിക്കുന്ന സമയത്ത് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഒരു ഓട്ടോറോവൻ മെത്തേഡാണ്. ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് ഒരു മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. അപ്പോൾ ഓട്ടോക്ലേവിന്റെ മെക്കാനിസം എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് you can write oxidative damage, denaturation of bacterial protein, or toxic effect of elevated levels of electrolytes. And what is the mechanism of action of autoclave? They will coagulate or denaturate the bacterial protein, thereby they will inhibit the growth, or they will kill the growth of kill the bacteria. Next one is factors affecting heat sterilization. There are different factors. Nature of heat, whether it is a dry heat sterilization or moist heat sterilization. For ഓരോ പ്രോസസ്സിനും അല്ലെങ്കിൽ ഓരോ
രീതിയിലുള്ള ഓർഗാനിസത്തിനും ഏത് രീതിയിലുള്ള ഹീറ്റ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ മെത്തേഡ് സെലക്ട് ചെയ്യുക. രണ്ടാമത്തേതാണ് ടെമ്പറേച്ചർ ആൻഡ് ഡ്യൂറേഷൻ. യൂഷ്വലി as the temperature increases, duration of sterilization process can be decreased. എത്ര ടൈം കൊണ്ടാണ് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് എന്നുള്ള ടൈം ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് കുറക്കാൻ പറ്റും. Then characteristics of organism and spores. For the spore forming microorganism, we require a higher form അല്ലെങ്കിൽ higher degree temperature. Moist heat sterilization ആയിരിക്കും കുറച്ചും കൂടി ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള എൻഡോസ്പോർമിനൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ ടെക്നിക് എന്ന് പറയുന്നത്. Then type of material. നമ്മൾ ഏത് ടൈപ്പ് മെറ്റീരിയൽ ആണ്, വെദർ ഇറ്റ് ഈസ് കോട്ടൺ ടൈപ്പ് അല്ലെങ്കിൽ ചാറാവുന്ന സാധനമാണ്, ഹീറ്റ് കൂടുന്ന സമയത്ത് ബേൺ ചെയ്യുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പറ്റൂല. ഇപ്പൊ നമ്മൾ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പ്രോസസ് ചെയ്യേണ്ടി വരും. അതല്ല ഹീറ്റ് സ്റ്റേബിൾ ആണോ, ഹീറ്റ് ലേബിൾ ആണോ, മെൽറ്റ് ആവുന്നതാണോ, റബ്ബർ പോലെയുള്ള സാധനങ്ങൾ നമുക്ക് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പറ്റില്ല. നേരെ മറിച്ച് നമുക്കത് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിലും മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ റബ്ബർ ക്ലോഷേഴ്സുകൾ, ബോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന റബ്ബർ ക്ലോഷേഴ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യാം. നേരെ മറിച്ച് ഗ്ലാസ് വെയേഴ്സുകൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാം ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണ്. നമ്മൾ സാധാരണഗതിയിൽ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പ്രോസസ് യൂസ് ചെയ്യാറില്ല. ഇനി പാക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ ഓൾറെഡി പാക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്, സീൽ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്, ഗ്ലാസ് ബോട്ടിൽസിൽ സീൽ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ സാധാരണ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്, കാരണം അതിനാണ് കൂടുതൽ പെനട്രേറ്റിംഗ് പവർ ഉള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഡിഫറെന്റ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. Now, next one is dry heat sterilization process. First one is red heat. These are the different methods of dry heat sterilization process: red heat, flaming, incineration, and hot air out. So, first one is red heat. നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണ്. ബൺസൺ ബേണറിന്റെ മുകളിൽ വെച്ചിട്ട് മെറ്റൽ പോലെയുള്ള ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് പോലെയുള്ള സാധനങ്ങൾ റെഡ് ഹോട്ട് ആവുന്നത് വരെ, അത് ചുവന്ന് പഴുക്കുന്നത് വരെ ഹീറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സിനെയാണ് റെഡ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് ആർ ഹെൽഡ് ഇൻ ദ ഫ്ലെയിം ഓഫ് ബൺസൺ ബർണർ till they become red hot. These are used to sterilize inoculating wires or loops, tips of forceps and needles. ഇങ്ങനെയുള്ള സാധനങ്ങൾ, മെറ്റൽ പോലെയുള്ള സാധനങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുക. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞ് മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, അപ്ലിക്കേഷൻസ്, മെക്കാനിസം ഓഫ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്തിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അപ്ലിക്കേഷനിൽ എഴുതേണ്ടത്. മെക്കാനിസം കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് എന്ന് നിങ്ങൾ ആലോചിക്കുക. മെറിറ്റ്സ് എന്ന് പറയുന്നത് മെറ്റൽ പോലെയുള്ള സാധനങ്ങളെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും, നേരെ മറിച്ച് മെൽറ്റ് ആവുന്ന സാധനങ്ങൾ ഫ്ലെയിമിൽ കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഡിമെറിറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യം. അതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് തന്നെ എഴുതുക, എന്താണ് ഇതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് എന്നൊക്കെ ഉള്ളത്. ഓക്കെ. സെക്കൻഡ് വൺ ഈസ് ഫ്ലെയിമിംഗ്. ഫ്ലെയിമിംഗ് എന്ന് പറയുന്ന സമയത്ത് ഫ്ലെയിമിൽ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥമുള്ളൂ. അപ്പൊ ഇവിടെ എങ്ങനത്തെ മെറ്റീരിയൽ ആയിരിക്കും? കൂടുതൽ സമയം ഫ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ബേൺ ആവുന്ന സാധനങ്ങൾ. മെറ്റൽ പോലത്തെ സാധനങ്ങൾ നമുക്ക് എത്ര സമയം ഹീറ്റിൽ കാണിക്കാം, പക്ഷെ നേരെ മറിച്ച് പ്ലാസ്റ്റിക്, ഗ്ലാസ് റോഡ്, ബോട്ടിലിന്റെ നെക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൂടുതൽ സമയം നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റില്ല, റെഡ് ഹോട്ട് ആക്കാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്ലെയിമിംഗ് എന്ന് പറയുന്ന ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്. മെറ്റീരിയൽസ് ആർ പാസ്ഡ് ത്രൂ ദ ഫ്ലെയിംസ് ഓഫ് ബൺസൺ ബർണർ without allowing them to become red hot. These are used to sterilize glass slide, scabs, then mouth of culture tubes. ഇതൊക്കെ നമ്മൾ കൾച്ചറൽ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് മൗത്ത് സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണ്. നമ്മളിപ്പോ കോട്ടൺ പ്ലഗ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും അതിന്റെ ഫ്ലെയിമിൽ, ബൺസൺ ബേണറിൽ അതിന്റെ ഫ്ലെയിം കാണിക്കും. അതുപോലെ സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബെൻഡഡ് ഗ്ലാസ് റോഡ്സ് ആൽക്കഹോളിൽ ഡിപ്പ് ചെയ്തതിനു ശേഷം ഫ്ലെയിമിൽ കാണിക്കാൻ പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു ഫ്ലെയിമിംഗ് സ്റ്റെറിലൈസേഷൻ, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻസിനറേഷൻ. Sometimes we may have to destroy the contaminating clothings or residual particles of some cultures. അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു ഇറിവേഴ്സിബിൾ ഡിസ്ട്രക്ഷൻ നടത്തേണ്ട മെറ്റീരിയൽസുകൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. We will burn into ash by giving higher temperature. Materials are reduced to ashes by burning at higher temperature. Usually the destruction of infective material and biomedical waste are sterilized by this method, and the instrument which is used for incineration is known as incinerator. നമ്മളെ ബാക്കിലുള്ള സാധനമാണ്. നമ്മൾ സാധാരണ വേസ്റ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ സംഗതികളൊക്കെ ഇൻസിനറേഷൻ ആണ്. ഒരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്.
ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ സർജറിക്ക് യൂസ് ചെയ്യുന്ന ഡ്രസ്സിങ്സുകൾ, അതുപോലെ കണ്ടാമിനേറ്റിംഗ് ക്ലോത്തുകൾ, അനിമൽ കർക്കാസസ്, ബെഡിങ്സ്, പാത്തോളജിക്കൽ സാമ്പിൾസുകൾ, പാത്തോളജി ലാബിൽ വരുന്ന സാമ്പിൾസുകളൊക്കെ പിന്നെ ഡിസ്ട്രോയ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇൻസിനറേറ്റ് ചെയ്ത് നമ്മൾ ഒരു ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഒരു ഡിസ്ട്രക്റ്റീവ് മെത്തേഡാണ്. അപ്പൊ ഒബ്ജക്റ്റീവ് ടൈപ്പ് കോമ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻസിലൊക്കെ സ്വല്പം ചോദിക്കാറുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഡിസ്ട്രക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആ സമയത്ത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താണോ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉദ്ദേശിച്ച സാധനം പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡിസ്ട്രക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഈസ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനിലെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ആൻഡ് ദ കൺസ്ട്രക്ഷൻ ഇൻക്ലൂഡ് നമ്മൾ ഓൾറെഡി നമ്മളെ ലാബിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളതാണ്. എന്താണ് അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്? ഒരു ഡബിൾ വാൾഡ് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ക്യാബിൻ ആണ് വിത്ത് ഡോർ, ആൻഡ് ദർ ഇസ് ആൻ ഇലക്ട്രിക്കൽ ഫിലമെന്റ്സ് ടു ഹീറ്റ് ഇൻസൈഡ് ദ oven, hot air oven, and which will be there is a fan which will distribute the heat produced by the heating coil. Okay, ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. Then there is a thermostat to control the temperature. അതിന്റെ അകത്തുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തെർമോസ്റ്റാറ്റും കൂടിയുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഹോട്ട് എയർ ഓവൻ ആണ്. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം. ഹോട്ട് എയർ ഓവൻ എന്ന് 5 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ് 5 മാർക്കിന് ചോദിക്കാം. ഇപ്പൊ ഡ്രൈ ഹീറ്റ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ളതും കൂടി എഴുതണം. റെഡ് ഹീറ്റ്, ഫ്ലെയിമിങ്, ഇൻസിനറേഷൻ ആൻഡ് ഹോട്ട് എയർ ഓവൻ. ഹോട്ട് എയർ ഓവൻ മാത്രം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ദിസ് ഈസ് ആൻഡ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് ഡബിൾ വാൾഡ് ഇൻസുലേറ്റഡ് ക്യാബിൻ ഉണ്ട് വിത്ത് ഡോർ, ആൻഡ് ദർ ഈസ് ആൻ ഇലക്ട്രിക്കലി ഹീറ്റഡ് ഫിലമെന്റ്സ് which is fitted with a fan to even distribution of heated air. Then there is an fitted thermostat which will maintain the temperature of the air at a chosen temperature. അപ്പോൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലാബിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ ഒരു ഡിസ്പ്ലേ ഉണ്ടാവും. ആ ഡിസ്പ്ലേയിൽ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ടെമ്പറേച്ചറുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വാർണിംഗ് ലൈറ്റുകൾ ഉണ്ട്, ഹീറ്റ് ഓൺ ചെയ്യുമ്പോഴുള്ള ലൈറ്റ് ഉണ്ട്, അതുപോലെ ഫാനിന്റെ ലൈറ്റുകൾ ഉണ്ട്, ഒരു മെയിൻ ഓൺസുകൾ ഉണ്ട്. ഇങ്ങനെയുള്ള അതൊക്കെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അലൂമിനിയം ട്രേസുകൾ ഉണ്ട്, നമ്മൾ എന്താണോ സ്റ്റെറിലൈസ് ചെയ്യേണ്ട അപ്പാരറ്റസുകൾ അത് കൊണ്ടുവന്ന് വെക്കാനുള്ള അലൂമിനിയം ട്രേസുകൾ ഉണ്ട്. ഓക്കെ, ഇപ്പൊ സിമ്പിൾ ആയിട്ട് വരക്കാൻ പറ്റുന്ന ഒരു കൺസ്ട്രക്ഷൻ, ഒരു ഡയഗ്രാം കൂടി നിങ്ങൾ ക്വസ്റ്റിന്റെ മാർക്കിനനുസരിച്ച് ഇൻക്ലൂഡ് ചെയ്യാം. Now these are the different sterilization conditions. You have to write this. വേറെ എന്ത് നിങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാലും ഈ ഒരു സംഗതി നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയിട്ടുണ്ടായിരിക്കണം. ഒരു സ്റ്റെറിലൈസേഷൻ ഹോട്ട് എയർ ഓവനിൽ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ടെമ്പറേച്ചറിൽ ഇത്ര ടൈമാണ് അതിന്റെ സ്റ്റെറിലൈസേഷൻ കണ്ടീഷൻ എന്നുള്ളത് നിർബന്ധമായിട്ടും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. These are the temperature and time. So if we are setting 140 degrees Celsius, we have to sterilize for 3 hours. And 150 degrees Celsius for 2.5 hours, 160 for 2 hours, 170 for 1 hour, and 180 for 30 minutes. So ഈ 30 minutes അല്ലെങ്കിൽ 3 hour എന്നൊക്കെ പറയുന്നത് മെഷീൻ ഓൺ ചെയ്ത സമയമല്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യേണ്ട അപ്പാരറ്റസുകൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം എയർ ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ അലൂമിനിയം ട്രേസിന്റെ അകത്ത് കൊണ്ടുവച്ചതിന് ശേഷം മെഷീൻ ഓൺ ചെയ്യുന്നു. എപ്പോഴാണോ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ ആവുന്നു, 140 ആണെങ്കിൽ 140 ആയത് തൊട്ടുള്ള 3 hours ആണ് നമ്മളെ സ്റ്റെറിലൈസേഷന്റെ ടൈം എന്ന് പറയുന്നത്. അത്രയും സ്റ്റെറിലൈസേഷന്റെ ടൈം കഴിഞ്ഞാൽ അത് തണുക്കാനുള്ള സഫീഷ്യന്റ് ടൈം കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അപ്പാരറ്റസുകൾ നമുക്ക് പുറത്തെടുക്കാനും പറ്റുള്ളൂ. ഈ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഉള്ളത് അപ്പോൾ മെഷീൻ നമുക്ക് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഷീൻ ഓൺ ആക്കിയിടുക, അതിന്റെ സെറ്റ് ടെമ്പറേച്ചർ 140 ആയതിനു ശേഷം നമ്മൾ അപ്പാരറ്റസ് വേഗം കൊണ്ടെടുത്ത് വെക്കുക, വേഗം 3 മണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പാരറ്റസിൽ ക്രാക്ക് വരും. ഗ്ലാസി ആയിട്ടുള്ള അപ്പാരറ്റസുകൾ സഡൻ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ വരുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കഷ്ണമായിട്ട് മുറിഞ്ഞില്ലെങ്കിലും അതിന്റെ മുകളിൽ ആ ബ്രേക്കിന്റെ ക്രാക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോവുകയും ചെയ്യും. ഓക്കെ, വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ഹോട്ട് എയർ ഓവൻ? എന്തൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യുന്നത്? ഗ്ലാസ് വെയർസ് ലൈക്ക് ഗ്ലാസ് സിറിഞ്ചസ്, പെട്രി ഡിഷ്, പിപ്പറ്റ്, ടെസ്റ്റ് ട്യൂബ്സ്, surgical instruments like scarves, scissors, forceps, ointment tubes, and then some chemicals like liquid, soft and hard paraffin, glycerin, fat, wool fat,
wool alcohol, vehicle of oily injections, talc, kaolin, sulfonamide, oil and powder in small containers. അപ്പൊ ഇതും കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഇതിലുള്ള ഏതെങ്കിലും ഒരു സാധനം തന്നിട്ട് ദിസ് ഈസ് സ്റ്റെറിലൈസ്ഡ് ബൈ ദിസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്യും. ഓട്ടോറോവൻ, ഓട്ടോക്ലേവ്, ഫിൽട്രേഷൻ, അയണൈസേഷൻ, സ്റ്റെറിലൈസേഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ so these are the chemicals which can be sterilized by hot air oven: liquid, paraffin, soft paraffin, hard paraffin, glycerin, fat, wool alcohol, vehicle of oil injection, talc, kaolin, sulfonamide, oil and powders in small containers. Okay, so these are the applications of hot air oven. ഇപ്പൊ എന്തിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്ലിക്കേഷനിൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, what are the precautions to be taken during using hot air oven? First one is it should not be overloaded. അതിൽ കൊള്ളുന്നതിനേക്കാളും കൂടുതൽ അട്ടിക്കട്ടിക്ക് വെക്കുക എന്നല്ല, ആ എയർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവാനുള്ള സഫീഷ്യന്റ് സ്പേസ് വിട്ടിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. It should be arranged in a manner in which allow free circulation of air. Material to be sterilized should be perfectly air dry. കഴുകി അതുപോലെ വെള്ളത്തോട് കൂടി കൊണ്ടുവെക്കാൻ പാടില്ല എന്നുള്ള കാര്യം. ദെൻ ചാറാവാൻ ചാൻസ് ഉള്ള, ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരമാവാൻ, ആഷ് ആവാൻ ചാൻസ് ഉള്ള സാധനങ്ങൾ ഹീറ്റ് കൂടുന്ന സമയത്ത് പേപ്പറിലൊക്കെ പൊതിഞ്ഞു വെക്കുക, കോട്ടൺ പ്ലഗ് ചെയ്ത് വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് കൂടുന്ന സമയത്ത് അത് കത്തിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. Petri dish and pipette should be wrapped in aluminum foils. Rubber material and inflammable material should not be kept in hot air oven. മെൽറ്റ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഒരു കാരണവശാലും വെക്കാൻ പാടില്ല. And oven must be allowed to cool for 2 hours before opening, since glass wires may crack by sudden cooling. അപ്പൊ ഇതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രിക്കോഷൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. And finally the sterilization controls used in hot air oven. സ്റ്റെറിലൈസേഷൻ കൺട്രോൾസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞു 140 ഡിഗ്രി സെൽഷ്യസ് 3 അവർ സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് വെയർസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെറിലൈസ്ഡ് ആവും എന്നുള്ളത് നമ്മൾ ധാരണയാണ്. അത് തെറ്റിദ്ധാരണയല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റെറിലൈസേഷൻ കൺട്രോൾസ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ യൂണിറ്റിന്റെ ലാസ്റ്റിൽ നമ്മൾ ഇതിന്റെ മോണിറ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ കൂടെ പറയാൻ കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എൻ മോണിറ്റർ ഇൻ ഹോട്ട് എയർ ഓവൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ. ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് ഇനി എവിടെ കേൾക്കുമ്പോഴും, ഇന്നലെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴും ആരും പറഞ്ഞില്ല, കേൾക്കുമ്പോഴും മനസ്സിലാക്കുക, വി ആർ യൂസിങ് എൻ മൈക്രോ ഓർഗാനിസം which will be killed by that sterilization process. We are using a microorganism which will be killed by that sterilization process. So after the sterilization process, if this microorganism is showing growth in culture media, it indicates the failure of sterilization process. ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കില്ല് ചെയ്യുന്ന ഉറപ്പുള്ള ഒരു മൈക്രോ ഓർഗാനിസം സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന്റെ കൂടെ നമ്മൾ വെക്കുന്നു. അതൊരു സ്ട്രിപ്പ് ആയിട്ടോ പേപ്പറിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഹോട്ട് എയർ ഓവനിലുള്ള ഒരു എക്സാമ്പിൾ ആണ്. പേപ്പർ സ്ട്രിപ്പ് ഇംപ്രിഗ്നേറ്റഡ് വിത്ത് സ്പോർട്സ് ഓഫ് ക്ലോസ്ട്രീഡിയം ടെറ്റനെ or Bacillus subtilis are placed in an envelope and inserted into suitable plaque. After the sterilization, the strips are inoculated into thioglycolate or cooked meat media and incubated under strict anaerobic condition for 5 days at 37 degrees Celsius. So successful sterilization will not show any turbidity. ഒരു കൾച്ചർ മീഡിയയിൽ ഒരു സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം കൊടുത്ത് ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അതിന് ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ അതിൽ അതിന്റെ ഗ്രോത്ത് കാണിക്കും. ഓക്കെ, ഗ്രോത്ത് കാണിക്കുന്നില്ല എന്നുള്ളത് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ഓർഗാനിസത്തിന് നമ്മൾ വെച്ചതാണ്, നമുക്കറിയാം അതിൽ ഓർഗാനിസം ഉണ്ട്, ഒരു സ്ട്രിപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്. ആ സ്ട്രിപ്പ് വീണ്ടും നമ്മളൊരു കൾച്ചർ മീഡിയത്തിൽ ഇനോക്കുലേറ്റ് ചെയ്ത് ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം ഗ്രോത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ സ്റ്റെറിലൈസേഷൻ പ്രോസസ് സക്സസ്ഫുൾ അല്ല. കണ്ടിട്ടില്ലെങ്കിൽ ടർബിഡിറ്റി എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഗ്രോത്ത് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എവിടെ ടർബിഡിറ്റി കണ്ടു കഴിഞ്ഞാലും there is a presence of micro organism. അപ്പോൾ ടർബിഡിറ്റി ഇല്ല എന്നുള്ളതാണ് ഗ്രോത്ത് ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റെറിലൈസേഷൻ പ്രോസസ് സക്സസ്ഫുൾ ആണ് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാം. Next one is brown tube. This is a chemical indicators used for sterilization monitor. It will give some color change. എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാം. So it will give green color after proper sterilization. Next one is thermocouple. We will measure the temperature change in the
inside the oven by using thermocouples. Okay. So these are the sterilization controls of hot air oven. Okay. So that's all about the dry heat sterilization process. We will discuss in detail about moist heat sterilization process in next class.